ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിയുടെ മുൻകാലത്തെ കോർ അജണ്ടയിൽപ്പെട്ട എല്ലാ പ്രകടന പത്രികയിലും വരുന്ന 3 കാര്യങ്ങളിൽ 2 നടപ്പാക്കി. ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്രം, അത് കഴിഞ്ഞ പ്രകടന പത്രികയിലുണ്ടായിരുന്നു, അത് നിർമ്മിച്ചു കഴിഞ്ഞു കോടതി വിധിയുടെ പിന്നാലെ. രണ്ടാമത്തേത് ആർട്ടിക്കിൾ 370 നിർത്തലാക്കുമെന്നുള്ളതായിരുന്നു. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ ആദ്യത്തെ വർഷം തന്നെ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. മൂന്നാമത്തേത് അവശേഷിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കലാണ്. കോർ അജണ്ടയിലെ 2 ഐറ്റങ്ങൾ കഴിഞ്ഞു, മൂന്നാമത്തെ ഐറ്റം അവിടെ ബാക്കി നിൽക്കുന്നു. ആ മൂന്നാമത്തെ ഐറ്റത്തെക്കുറിച്ചുള്ള പരാമർശം ഈ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾ UCC നടപ്പാക്കാൻ, ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി UCC നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്, അത് നടപ്പാക്കും എന്ന് BJP പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ BJPയുടെ കോർ അജണ്ടയിലെ മൂന്നാമത്തെ വിഷയം ഈ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയും അടുത്ത തവണ അവരുടെ സർക്കാർ വന്നാൽ അത് നടപ്പാക്കുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ല ശ്രീ അഭിലാഷ്, നമ്മുടെ CSDS സർവേ വ്യക്തമാക്കുന്നത് എന്താണ്? ഇവർ പറയുന്ന അജണ്ടകളെ നിലവിൽ ഇന്ത്യയിലെ ജനത പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നാണ്. കഴിഞ്ഞ 2019 ഇതേ സർവേ വെളിയിൽ വന്നിട്ടുണ്ട്. അന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട BJPയുടെ അജണ്ടയോടുള്ള ചോദ്യത്തോട് അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് പറഞ്ഞത് 50% പേരാണെങ്കിൽ ഇന്നത് 20% കുറഞ്ഞിരിക്കുകയാണ്. അതായത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതും UCC നടപ്പിലാക്കുന്നതും ഒക്കെ വിഷയമാകുമ്പോൾ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവൽ പ്രശ്നങ്ങൾ, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, LPGയുടെ വില, തൊഴിലില്ലായ്മ റേറ്റ്, വിലക്കയറ്റം, കർഷകന്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെ രാമക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഏറ്റവും ആവശ്യം ആമാശയത്തിന്റെ പ്രശ്നമാണ് എന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയാണ്. ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയല്ലേ നേരത്തെ 6000 രൂപ പറഞ്ഞതുപോലെ ജനങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി അവിടെ നിൽക്കുമ്പോൾ തന്നെയും ഇതേ ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. മോദി സർക്കാരിന്റെ ഏറ്റവും നല്ല നടപടിയായി നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന ചോദ്യത്തിന് 22% ആളുകൾ ഉത്തരം പറഞ്ഞത് രാമക്ഷേത്രം നിർമ്മിച്ചതാണെന്നാണ്. ഒരു യൂണിഫിക്കേഷൻ, ഹിന്ദു യൂണിഫിക്കേഷൻ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് 48% പേർ ചിന്തിക്കുന്നത് അങ്ങനെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് മുഖ്യ വിഷയം തൊഴിലില്ലായ്മയും മറ്റുമൊക്കെ ആണെങ്കിലും ഈ രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് ഒരു ഏകീകരണം, മതപരമായ ഏകീകരണം ഉണ്ടാകുമെന്ന് ഇതേ ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല അഭിലാഷ്, അതിലൊരു ക്ലാസിക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ 2019 കമ്പയർ ചെയ്തത്. 2019 ഇതേ സർവേയിൽ രാമക്ഷേത്രം വിഷയമാകുമെന്ന് പ്രതീക്ഷിച്ചത് 50% അവിടെ നിന്ന് 30% ഇന്ത്യക്കാർ സെക്കുലറായി ചിന്തിക്കാൻ വേണ്ടി അവരുടെ ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നില്ലേ? നോക്കൂ, നേരത്തെ ഗണേഷ് പറയാണ് 6000 രൂപ വീതം ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കർഷകന്റെ വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവുമല്ലോ, ഒരു മാസത്തിൽ ഒരു ഗ്യാസ് സിലിണ്ടർ മിനിമം ഉപയോഗിക്കുമല്ലോ. 2014 ഗ്യാസ് സിലിണ്ടറിന്റെ വില 400, കഴിഞ്ഞ മാസം വരെ അതിന്റെ വില 1200, 800 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. 12 മാസം ഓരോ ഗ്യാസ് വില ഉപയോഗിച്ചാൽ 800 രൂപയുടെ വർധനവ് പ്രകാരം ഇവർ പിടിച്ചെടുത്തത് 9600 രൂപയാണ് കർഷകനിൽ നിന്ന്. തിരിച്ചു കൊടുത്തതോ 6000 രൂപ. അതായത് ഫ്രീ ബീസ് കൊടുക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവർ ഓർഗനൈസേഷണൽ ലൂട്ട് നടത്തുന്നുണ്ട്. എന്റെയും അഭിലാഷിന്റെയും കർഷകന്റെയും ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റായ MJയുടെയും അടക്കം പോക്കറ്റിൽ നിന്ന് ഇവർ ഓർഗനൈസേഷനിൽ വളരെ കൃത്യമായി ലൂട്ട് ചെയ്യുന്നു. അത് പെട്രോളായിട്ട് ലൂട്ട് ചെയ്യുന്നു, ഡീസലായിട്ട് ലൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന എന്താണ് LPG ആയിട്ട് ലൂട്ട് ചെയ്യുന്നു, വിവിധ ടാക്സ് ഇനങ്ങളിൽ വലിയ ലൂട്ട് നടത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് ചില പിച്ചക്കാശ്, അങ്ങനെ തന്നെയാണ് ഞാൻ ആ വേർഡിനെ ഉപയോഗിക്കുക, വളരെ പിച്ചക്കാശ് ഫ്രീ ബീസുകളാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയാണ്. നോക്കൂ, ഇവിടെ ന്യായ് പത്രികയുമായി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യണ്ടേ? കോൺഗ്രസിന്റെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം വന്നു, ഇപ്പോൾ ഇവരുടെ പ്രകടന പത്രിക വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും കമ്പാരിസൺ വേണമല്ലോ. ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ പ്രതിവർഷം ഞങ്ങൾ സൃഷ്ടിക്കും. 2019-ലും 2014-ലും ഇവർ പറഞ്ഞത് 2 കോടിയാണ്. അത് പോട്ടെ, ജുമല പത്രയിൽ ഇവർ ഒന്നും പറയുന്നില്ല. MSPയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ലീഗൽ ഗ്യാരണ്ടി നൽകും. ഇവർക്ക് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാനില്ല. നാരി ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാണ്, ഓരോ ഹൗസ് ഹോൾഡ് വുമണിനും ഒരു വർഷം 1 ലക്ഷം രൂപ മിനിമം ഉറപ്പുവരുത്തും. മാത്രമല്ല ഗവൺമെന്റ് ജോലിയിൽ 50% റിസർവേഷൻ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വാക്കും ആര് പറയുന്നില്ല? BJPയുടെ പ്രകടന പത്രിക പറയുന്നില്ല. ഓൾറെഡി പാസ്സാക്കപ്പെട്ട ഒരു വനിതാ സംവരണ ബില്ലാണ് അവർ മെൻഷൻ ചെയ്യുന്നത്.
ചെയ്യുന്നത്. ഇനി അത് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വളരെ കൃത്യമായ രാജ്യത്തെ കണക്കുകളുണ്ട്. 89% വളർച്ചയാണ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലേക്ക് വരും. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 പേജിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്താൻ പോകുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോൾ കമാന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല. BJPയുടെ പ്രകടന പത്രിക പറയുന്നില്ല. ഫാർമേഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാണ്, രാജ്യത്തെ എല്ലാ കർഷകന്റെയും കാർഷിക ലോണുകൾ എഴുതിത്തള്ളും, അവർക്ക് സപ്പോർട്ട് സ്കീമുകൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഒരക്ഷരവും മിണ്ടാനില്ല BJPയുടെ പ്രകടന പത്രികയിൽ. ഇനി കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നു, കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കും. BJP മിണ്ടുന്നില്ല. കാസ്റ്റ് സെൻസസ് പോയിട്ട് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മട്ടൻ ഇറച്ചി കഴിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 4-5% വരുന്ന ഇന്ത്യക്കാരനെ ബാധിക്കുന്ന വിഷയം 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട്, 2 ടേം ഭരിച്ചു കഴിഞ്ഞിട്ട് ഞാനുണ്ടാക്കിയ റോഡ് നോക്കൂ, ഞാനുണ്ടാക്കിയ സ്കൂൾ നോക്കൂ, ഞാനുണ്ടാക്കിയ ആശുപത്രി നോക്കൂ എന്ന് പ്രസംഗിക്കാനില്ലാത്തത് കൊണ്ട് നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ പ്ലേറ്റിൽ ഇരിക്കുന്ന മട്ടൺ നോക്കൂ, അഖിലേഷ് യാദവിന്റെ പ്ലേറ്റിൽ ഇരിക്കുന്ന മീൻകറി നോക്കൂ എന്ന് പ്രസംഗിക്കേണ്ട ഗതികേടിലേക്ക്, നാണക്കേടിലേക്ക്, മാനക്കേടിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് എത്തി എന്ന് രാജ്യത്തെ ജനത തിരിച്ചറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. അവർ പുച്ഛിച്ചു തള്ളും. 2024 ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. അതിന്റെ മുന്നൊരുക്കം മാത്രമാണ് ഇത്.